മാധവിക്കുട്ടി. പക്ഷേ നമുക്ക് ഓരോ ദിവസവും മാധവിക്കുട്ടിയുടെ ഒരു കോട്ടിലൂടെ എല്ലാവരും കടന്നു പോകും. പ്രത്യേകിച്ച് ഈ സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായവർ നമ്മളൊന്ന് സർഫ് ചെയ്താൽ തന്നെ എന്തെങ്കിലും ഒരു കോട്ട് എല്ലാ ദിവസവും ലഭിക്കും. എന്തായാലും മാധവിക്കുട്ടിയുടെ ജീവിതത്തിന് ദൃശ്യാവിഷ്കാരം ഒരുക്കി കോഴിക്കോട് വടകരയിലെ ഒരു കൂട്ടം കലാകാരികൾ. പ്രിയപ്പെട്ട എഴുത്തുകാരിയുടെ രചനയും ജീവിതവും ഭാവതാള ലയങ്ങളിൽ അരങ്ങിലെത്തിച്ച് നിറഞ്ഞ കയ്യടി നേടിക്കഴിഞ്ഞു ഇവർ. കാണാം. കാലത്തിന്റെ വിസ്മയം പകർന്ന എഴുത്തുകാരി. പുന്നയൂർകുളത്തെ നാലപ്പാട്ടെ തലയെടുപ്പിനുമപ്പുറം വിശ്വത്തോളം പെരുമ കാട്ടിയ അക്ഷരങ്ങളുടെ അനുരാഗിനി. പട്ടുടുത്ത് ചായം പൂശി കുപ്പിവളകൾ അണിഞ്ഞ് പ്രണയവും വിഷാദവും പകർന്നാടിയ ഉന്മാദിനി. വാക്കുകൾക്കൊപ്പം ജീവിതവും പകർത്തിവെച്ച പ്രിയപ്പെട്ട എഴുത്തുകാരിക്ക് ഹൃദയ സമർപ്പണം തന്നെയാണ് ഈ കലാസൃഷ്ടി. വായിച്ചു തുടങ്ങിയ നാൾ മുതൽ തന്നെ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയോട് വളരെയധികം ആരാധനയായിരുന്നു. അങ്ങനെ നൃത്തത്തിൽ എന്തെങ്കിലും പുതുതായി ചെയ്യണം എന്നാഗ്രഹിച്ചപ്പോൾ മാധവിക്കുട്ടിയുടെ തന്നെ ഒരു ജീവിതവും എഴുത്തും ദൃശ്യാവിഷ്കാരമാക്കാമെന്ന് ഞാൻ കരുതി. എൻ്റെ ആഗ്രഹം അങ്ങനെ അച്ഛനോട് പറയുകയും ലക്ഷ്മണൻ മാഷ് അതിനനുസരിച്ചുള്ള വരികൾ എഴുതി തരികയും സംഗീതം ചെയ്ത് ദൃശ്യാവിഷ്കാരം എന്നോടൊപ്പം ഈ ദൃശ്യാവിഷ്കാരം സംവിധാനം ചെയ്തത് മനോജ് നാരായണൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഹെൽപ്പ് കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ മാധവിക്കുട്ടിയുടെ ജീവിത ദൃശ്യാവിഷ്കാരമാക്കാൻ സാധിച്ചു. കമലാദാസും മാധവിക്കുട്ടിയും സമ്മാനിച്ച കവിതകളോടും കഥകളോടുമുള്ള ഇഷ്ടം, ഒപ്പം ഇഷ്ടമേറെയുള്ള നൃത്തത്തിൽ പുതുമയൊരുക്കാനുള്ള ആഗ്രഹം. റിയയെയും സംഘത്തെയും നൃത്തശില്പത്തിലേക്ക് എത്തിച്ചത് ഈ ഇഷ്ടങ്ങൾ തന്നെ. നക്ഷത്രങ്ങളുടെ ആകാശം കൊതിച്ച, മാൻപേടകളുടെയും മയിലുകളുടെയും ഭൂമി കൊതിച്ച മലയാളത്തിന്റെ സ്വന്തം മാധവിക്കുട്ടിക്ക് മനോഹരമായ കലാസമർപ്പണം. വടകരയിലെ ത്രിനേത്ര സെന്റർ ഫോർ പെർഫോമൻസ് ആർട്സിലെ കലാകാരികൾ കയ്യടി നേടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ കലാകാരികൾ ആസ്വാദക ഹൃദയങ്ങൾ സ്വന്തമാക്കുകയാണ്. എഴുത്തിന്റെ ജീവിതത്തിന്റെ മനോഹരമായ ഹൃദയതാളങ്ങൾ പകർന്നാടി. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.